സോ പണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പം ഞാൻ 100% അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ജസ്റ്റ് നോട്ട് വേർഡ്സ്, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമസ്തേ, എൻ്റെ പേര് അതുൽ കൃഷ്ണൻ. ഞാൻ ഡെൻറ്റിസ്റ്റാണ്, റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റാണ്. ഓൾമോസ്റ്റ് 10 ഇയേഴ്സായി ഞാൻ ആശ്രമത്തിൽ, കാശ്യപാശ്രമത്തിൽ ആചാര്യൻ്റെ ശിഷ്യനായിട്ട് വേദങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്ത് ലൈഫൊക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നമ്മൾ ആചാര്യനെ പോലുള്ളൊരു ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് ലൈഫ് മുന്നോട്ട് പോവുക, നമ്മളെ വൈദിക പ്രകാരമായിട്ടുള്ള കർമ്മങ്ങൾ, അതായത് സന്ധ്യാവന്തനം, അഗ്നിഹോത്രമൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. എസ്പെഷ്യലി ഇപ്പം റീസെൻറ്റ് ടൈംസിലാണ് ഞാൻ കൂടുതലും ഇതിലോട്ട് അടുത്ത് തുടങ്ങിയത്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓൾമോസ്റ്റ് 9th സ്റ്റാൻഡേർഡ് 10th പഠിക്കുമ്പോഴേ ഞങ്ങൾ ഈ പാത്തിലുണ്ട്. വൈദിക രീതിയിൽ ആചരണങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ ഒരു മഹത്വം, അതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പം റീസെൻ്റ്ലി മേ ബി വിത്ത് ഏജ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കൂടുതൽ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഒരു റൈറ്റ് ക്ലാരിറ്റി എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ ലൈഫ് കുറച്ചുകൂടി ഒരു ഡിസിപ്ലിൻഡ് ആണ്. നമുക്ക് മോർണിംഗ് എണീച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, റിച്വൽസ്, ഇറ്റ്സ് ലൈക്ക് എ പോസിറ്റീവ് പുഷ്. നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആചരണങ്ങളും കർമ്മങ്ങളൊക്കെ. അതെന്ന് വെച്ചാൽ വെറും കർമ്മങ്ങൾ എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഒരു വേ ഓഫ് ലൈഫാണ് കൂടുതലും വൈദിക രീതിയിലുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ, ഒരു മതപരമായിട്ട് മാത്രമല്ല, അതിനൊരു ജീവിത രീതി ചിട്ടപ്പെടുത്തിയിട്ടുള്ളൊരു സംഗതിയും കൂടിയാണ് നമ്മളെ വൈദികമായിട്ട് ഇവിടുന്ന് നമ്മളെ കാശ്യപാശ്രമത്തിൽ നിന്ന് ആചാര്യൻ പഠിപ്പിച്ചു തരുന്നത്. സോ അതൊരു എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ നോക്കിക്കാണാറുണ്ട്. അതൊരു പോസിറ്റീവ് പുഷാണ് എപ്പോഴും ലൈഫിൽ. ഒരു മോട്ടിവേഷൻ തെറാപ്പി പോലെയാണ് എനിക്ക് പലപ്പോഴും ഞാൻ കാണാറുള്ളത്. ബിക്കോസ് അതിൽ പറഞ്ഞതിന് ഓരോ ചെറിയ ചെറിയ മന്ത്രങ്ങളാണെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെയധികം നമ്മളെ സ്വാധീനിക്കാറുണ്ട്. സോ മേ ബി ഞാൻ അത് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ബട്ട് ഉൾക്കൊണ്ടത് അത്രയും മേ ബി ഒരു 1% മാത്രമേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ബട്ട് ഇറ്റ്സ് റിയലി ഹെൽപ്പ് മീ. എന്നെ കുറേയൊക്കെ ഞാനാക്കി തീർക്കാനും എന്നെ കുറേയൊക്കെ മുന്നോട്ട് നയിക്കുന്നതും അങ്ങനെ ഒരു ഫോഴ്സാണ്. നമുക്ക് രാവിലെ എണീക്കുമ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മളെ രാവിലെ പോസിറ്റീവായിട്ടൊരു സ്റ്റാർട്ട് തരുന്നതും ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, വൈകിട്ട് കിടക്കാൻ നേരത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം നമുക്കൊരു കർമ്മ പദ്ധതി എന്നുള്ള രീതിയിൽ വൈദിക മാർഗത്തിലൂടെ നമുക്ക് എങ്ങനെ ലൈഫ് ലീഡ് ചെയ്യാം എന്ന് വേദങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ അനിയത്തിനോടാണെങ്കിലും എൻ്റെ കൂടെ ഉള്ളവരോടാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ ഡ്രൈവ് ചെയ്യുന്നത്, എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഗതി എന്നുള്ളത് ഇപ്പം റീസെൻ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ എന്നെ വേദങ്ങളാണ്. സോ പണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പം ഞാൻ 100% അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ജസ്റ്റ് നോട്ട് വേർഡ്സ്, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ താങ്ക് യു KVRF, താങ്ക് യു ആചാര്യശ്രീ. എനിക്ക് ഇങ്ങനെയൊരു ആചാര്യനെ കിട്ടിയാൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ബിക്കോസ് ഇതിൽ ആചാര്യനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിനോടുള്ള ഒരു റീച്ച് കിട്ടില്ലായിരുന്നു. സോ നന്ദി എന്നാൽ. താങ്ക് യു സോ മച്ച്.